പലപ്പോഴും കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറയുന്നു, അതിനു മുമ്പേ വഞ്ചിയിലൊരു സ്റ്റേജ് കെട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത വരുന്നു. എപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ടും സംഘടനകൾക്കൊന്നും ഒരു കൂസലും ഇല്ല എന്നുള്ളതാണ്. എന്തായാലും ഭരണസിരാ കേന്ദ്രത്തിന്റെ മൂക്കിന് താഴെ നടന്ന ആ സമരം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ സമരത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. CP അനുകൂല സംഘടനയാണ് സമരം നടത്തുന്നത്. പോലീസ് കേസെടുത്തിരിക്കുന്നു. ഗോകുൽ വിവരങ്ങൾ പങ്കുവയ്ക്കും. ഗോകുൽ, കേസെടുത്ത വിവരമെങ്കിലും ഈ സമരക്കാർ, അതിന്റെ നേതൃത്വം നൽകുന്നവർ അറിഞ്ഞിട്ടുണ്ടോ? ഇനിയെങ്കിലും ഈ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്ന തരത്തിൽ സമരം പുനഃക്രമീകരിക്കാൻ ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടോ? ദിവിഷ, ഇപ്പോഴും ഇവർ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ജനത്തിരക്ക് ഈ പ്രദേശത്തുണ്ട്. ഇവർ തന്നെ പലപ്പോഴും ആളുകളെ കൊണ്ടുവന്ന് ഇറക്കുന്നുമുണ്ട് എന്നുള്ളതാണ്. 100 മീറ്റർ വീതിയിലുള്ള പ്രദേശത്താണ് റോഡ് കയ്യേറിക്കൊണ്ട് ഈ സമരം മുൻപോട്ട് പോകുന്നത്. മുൻപ് പലപ്പോഴായി കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള വിമർശനങ്ങളൊക്കെ വിലക്കെടുക്കാതെയാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധ കടൽ ഇവിടെ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ റോഡ് പൂർണ്ണമായും, ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമരമാണ് മറ്റു പല സംഘടനകളും നടത്തുമെങ്കിലും ഇതിപ്പോൾ ഈ ഒരു റോഡ് പൂർണ്ണമായിട്ടും ഏറിയ പങ്കും കയ്യേറിക്കൊണ്ടുള്ള ഒരു സമരമാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും ആളുകൾ വീണ്ടും ഈ സമരത്തിനെതിരെ കേസെടുത്തത് അറിയാതെ തന്നെ ഈ പ്രദേശത്തേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. കാൽനട യാത്രക്കാരുടെ അവസ്ഥയാണ് വലിയ ദുരിതമായി മാറുന്നത്. കാരണം അവർക്ക് ഈ റോഡ് ക്രോസ് ചെയ്യുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഒപ്പം പോലീസുകാരുടെയും അവസ്ഥ വളരെ രൂക്ഷമാണ്. 3-4 പോലീസുകാർ ചേർന്നാണ് ഈ സെക്രട്ടേറിയറ്റിന് മുൻപിലുള്ള ആളുകളെ ക്രോസ് ചെയ്യാനും മറ്റുമായി സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ വാഹനങ്ങൾ വലിയ രീതിയിൽ വരികയും ചെയ്യുന്ന ഒരു പ്രദേശമാണ്. ഇത് വലിയ വീതിയുള്ള റോഡാണ്. പലപ്പോഴും ഇപ്പോൾ അടുത്ത ഒരു സംഘടന കൂടെ യോഗവുമായി അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധവുമായി മുൻപോട്ട് വരികയാണ്. ഈ സമരമൊക്കെ തന്നെ വലിയ രീതിയിൽ കാൽനട യാത്രക്കാരെയും അതുപോലെ തന്നെ KSRTC വാഹന ഗതാഗതവും ഒക്കെ തന്നെ താറുമാറാകുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. റോഡ് കയ്യേറിയുള്ള സമരം സെക്രട്ടേറിയറ്റ് കാണാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. പക്ഷേ ഇപ്പോഴും ഈ അപരിഷ്കൃത സമരം ഇങ്ങനെ മുൻപോട്ട് പോകുന്നത് ജനത്തെ വലിയ രീതിയിൽ തന്നെ ബുദ്ധിമുട്ടാണ്. ഈ സമര അല്ലെങ്കിൽ ജാഥകളൊക്കെ അത് പതിവാണ് അല്ലേ? അതിനനുസരിച്ച് കുറച്ച് സമയമൊക്കെ ആളുകൾ അഡ്ജസ്റ്റ് ചെയ്യും, വാഹനങ്ങളൊക്കെ ഒതുക്കിവിടും. അത് നമുക്ക് ശീലമായിട്ടുണ്ട് എന്ന് പറയാം. ആ ശീലം നല്ലതല്ല എങ്കിൽ പോലും ശരി, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളല്ലേ സമരം ചെയ്യുന്നതെന്ന് നമ്മൾ കരുതും. പക്ഷേ ഇത് രാപ്പകൽ സമരമല്ലേ ഗൂഗിൾ? അപ്പോൾ ഇന്ന് രാവിലെ മുതൽ നാളെ രാവിലെ വരെയാണ് ഈ സമരം. ഇന്ന് ഈ വൈകുന്നേരം ഒരു 4 മണി സമയത്തൊക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ തിരക്ക് എന്തായിരിക്കും നമുക്ക് അറിയാവുന്നതാണ്. ആ സമയത്ത് ഈ സമരം തുടരുമ്പോൾ എന്തൊരു അവസ്ഥയായിരിക്കും. അപ്പോൾ ഈ പോലീസ് കേസെടുത്തു എന്ന് അറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാവും അവർ. ദിവിഷ, ഇതിപ്പോൾ 36 മണിക്കൂറായി സമരം ഏറെക്കുറെ പൂർത്തിയാകാറായ സമയത്താണ് ഇപ്പോൾ കേസുമായി മുൻപോട്ട് പോലീസും പോകുന്നത്. പോലീസിന് മുൻകൂട്ടി അനുമതി വാങ്ങേണ്ടതുണ്ട് ഇത്തരത്തിലൊരു സമ്മേളനമോ യോഗമോ ഒക്കെ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ചേരണമെങ്കിൽ. പക്ഷേ ഇതുവരെയും അത്തരത്തിലൊരു പെർമിഷൻ വാങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു അനുമതി വാങ്ങിയിട്ടില്ല. അങ്ങനെയാണ് ഇവർ ഈ സമരവുമായി മുൻപോട്ട് പോകുന്നതും. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, വലിയ ബുദ്ധിമുട്ടുണ്ടോ വണ്ടി കൊണ്ടുപോകാൻ? പലരും പ്രതികരിക്കാൻ തയ്യാറല്ല. കാരണം ഈ പാർട്ടി പരിപാടി ആയതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകൾക്കുള്ള പ്രശ്നങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ആരും അങ്ങനെ പ്രതികരിക്കുന്നില്ല. പക്ഷേ ആളുകൾ പൂർണ്ണമായും ബുദ്ധിമുട്ടിലാണ്. കാരണം ഈ റോഡ് തടഞ്ഞുകൊണ്ടാണ് വേദി കെട്ടിയിരിക്കുന്നത്. നമ്മൾ കണ്ടു സത്യാഗ്രഹ വേദി, രാപ്പകൽ സത്യാഗ്രഹ വേദി കെട്ടിയിരിക്കുന്നത് നടു റോഡിലാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ ആളുകൾ പോകുന്നതിനും വരുന്നതിനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. കാൽനട യാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു റോഡ് മാത്രമാണ് ഇപ്പോൾ തുറന്നു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ് പൊതുജനമുള്ളത്. ചേച്ചി, ഗോകുൽ, ഇത് എത്ര സമയം എപ്പോൾ അവസാനിക്കും? അവസാനിക്കണമെന്ന് നേരത്തെ അവസാനിച്ചാൽ അത്രയെങ്കിലും നന്നായി അല്ലേ? ഉച്ചയോടുകൂടിയെങ്കിലും തീർന്നു. ദിവിഷ, ഇപ്പോഴും ഈ കേസെടുത്തതിന് ശേഷവും ഇപ്പോൾ ആളുകൾ ഇവർ തന്നെ നിയന്ത്രണം ഏറ്റെടുത്ത ആളുകളെ കടത്തിവിടുന്നതിനൊക്കെ ഉള്ളൊരു സജ്ജീകരണം ഒരുക്കി. പക്ഷേ എന്നാലും ഇവിടെ ആകെ ഉള്ളത് 4 പോലീസുകാർ മാത്രമാണ്. അവർ ചേർന്ന് വേണം ഇത്രയും ആളുകളെ നിയന്ത്രിക്കാനും ഈ റോഡിലേക്ക് ക്രോസ് ചെയ്ത് പോകാനുള്ള ആളുകളെയും ഒക്കെ നിയന്ത്രിക്കുന്നതിനൊക്കെയുള്ള വലിയ ബുദ്ധിമുട്ട് ഈ പ്രദേശത്ത് നേരിടുന്നുണ്ട്. വാഹന ഗതാഗതം പൂർണ്ണമായും താറുമാറായ ദിവിഷന് അറിയാവുന്നതുപോലെ തന്നെ നമ്മൾ മുൻപ് വാർത്ത റിപ്പോർട്ട് ചെയ്ത പോലെ അട്ടക്കുളങ്ങര ഭാഗത്ത് ഒരാൾ ബസ്സിനിടയിൽപ്പെട്ട് മരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇതേ സാഹചര്യത്തിലാണ് ഉള്ളത്. അതിന് സമാനമാണ് ഇപ്പോഴത്തെയും സ്ഥിതി. കാരണം ഇവിടെ എപ്പോൾ വേണമെങ്കിലും ഒരു അപകടം ഉണ്ടാകാം. അപകടത്തിന് ആര് ഉത്തരവാദി ആകുമെന്നുള്ള കാര്യത്തിൽ കൃത്യമായി മറുപടി പറയേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ജോയിന്റ് കൗൺസിൽ സംഘടനകൾക്കെതിരെ എന്തായാലും CPM വഞ്ചിയൂരിനുണ്ടായ ബോധോദയമെങ്കിലും CPIക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ഒരു ബോധോദയം ഇപ്പോഴും അവർക്കുണ്ടായിട്ടില്ല. കേസെടുത്തതിന് ശേഷവും ഈ ആളുകൾ വീണ്ടും സമ്മേളനത്തിനായി വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്, പ്രതിഷേധത്തിനായി വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉത്തരവാദിത്തപ്പെട്ട സംഘടന എന്നുള്ള നിലയിൽ അവർ കൃത്യമായും ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത്
ഏറ്റെടുത്തുകൊണ്ട് ഇവിടുന്ന് ആളുകളെ ഒഴിപ്പിക്കാനുള്ള ഒരു ബാധ്യതയെങ്കിലും കാണിക്കണം, അല്ലെങ്കിൽ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്താതിരിക്കാനുള്ളൊരു സ്വബോധമെങ്കിലും കാണിക്കേണ്ടതുണ്ട്. പക്ഷേ അതുപോലും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ആളുകൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു, ആളുകളെ സമ്മേളനത്തിനായി എത്തിച്ചുകൊണ്ടും ഇരിക്കുന്നു. അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിൽ തന്നെ ഒരു 100 മീറ്ററോളം വരുന്ന റോഡാണ് ഇപ്പോൾ കയ്യേറിയിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്നത് പൂർണ്ണമായും റോഡാണ്, ഈ ആളുകൾ നിൽക്കുന്ന പ്രദേശം. അവിടെയാണ് ഇത്തരത്തിൽ ആളുകൾ. ചേട്ടാ, റോഡ് മൊത്തത്തിൽ ബ്ലോക്ക് ആയതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടാണ്. പ്രോബ്ലം ഉണ്ട്. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. റോഡ് പൂർണ്ണമായിട്ടും കയ്യേറിയിരിക്കുകയാണ്. ഒരു സംഘടന മാത്രമല്ല, പല സംഘടനകൾ കയ്യേറിയാണ് ഈ സമരം മുൻപോട്ട് പോകുന്നത്. പക്ഷേ ഇപ്പോൾ ജോയിന്റ് കൗൺസിലിന്റെ സമരമാണ് വലിയ ബുദ്ധിമുട്ടിലേക്ക് തന്നെ നീങ്ങിയിരിക്കുന്നത്. കാരണം റോഡിന് നടുക്ക് തന്നെ, ഒത്ത നടുക്ക് തന്നെയാണ് അവർ വേദി പണിതിട്ടിരിക്കുന്നത്. ആ വേദിക്ക് അടുത്ത് തന്നെയാണ് ഇത്തരത്തിൽ ആളുകളെ തിക്കി നിറച്ചിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന സമരം അത് രാപ്പകൽ സമരമാണ്. 10-36 മണിക്കൂറായി തുടരുകയാണ്. എപ്പോഴാണ് അവസാനിപ്പിക്കുന്നത്, എന്ന് വൈകുന്നേരത്തോടെയാണോ അവസാനിപ്പിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും അത്രയും നല്ലത്. ഒരു 3 മണിക്ക് ശേഷം സെക്രട്ടേറിയറ്റ് മുന്നിൽ വലിയ തിരക്ക്. കാരണം സ്കൂൾ ബസ്സുകൾ, അല്ലേ, കുട്ടികളുടെ വാഹനങ്ങളൊക്കെ വരുന്ന സമയമാണ്. ആ സമയത്തെങ്കിലും ഇതിപ്പോൾ സാധാരണഗതിയിൽ പോകേണ്ട 2 ലൈൻ പോകേണ്ട 1 ലൈനെ അപ്പുറത്തെ മറുഭാഗത്തിലൂടെയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെ, വളരെ സൂക്ഷിച്ച് മാത്രം ആളുകൾക്ക് പോകാൻ കഴിയുന്ന സ്ഥിതിയാണ്.